നമസ്കാരം. നിറയെ വാർത്തകളുള്ള ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ. രാവിലെ ഇന്നത്തെ വാർത്തകൾ നോക്കിയപ്പോൾ ആദ്യം കണ്ണുടക്കിയത് ഫിഫ ലോകകപ്പിലാണ്. കൊച്ചു ദ്വീപായ കേപ്പ് വെർദയ്ക്ക് മുന്നിൽ വിറച്ചു നിന്ന് ഒടുവിൽ ഫുട്ബോൾ രാജാക്കന്മാരായ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്നതാണ് കണ്ടത്. മറ്റു മത്സരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തോന്നിയതുകൊണ്ടാണ് അതിൽ തുടങ്ങിയത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ ചുവടുമാറ്റവും പ്രതികരണങ്ങളും, അതുപോലെ തൃണമൂൽ കോൺഗ്രസിലെ വിമത നീക്കം, അയോധ്യ സംഭാവന കൊള്ളയിലെ വിവരങ്ങളുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനി അങ്ങോട്ട്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. ലോകകപ്പിൽ അർജന്റീനയെ വിറപ്പിച്ച് പൊരുതി വീണ് കേപ്പ് വെർദ. 2-3 ഗോളുകൾക്ക് പ്രീ ക്വാർട്ടറിൽ കടന്ന് അർജന്റീന. ജയം എക്സ്ട്രാ ടൈമിൽ. 20 ഗോൾ തികച്ച് മെസ്സി. ഷൂട്ടൌട്ടിൽ ഓസ്ട്രേലിയയെ വീഴ്ത്തിയ ഈജിപ്ത്. പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ചുവടുമാറ്റി അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണയെന്ന് സർക്കാരിന് പുതിയ കത്ത്. അനുമതിയോടെ മാത്രം മുന്നോട്ടെന്ന് അപേക്ഷയിൽ. പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തു നിന്നും സമ്മർദ്ദം ശക്തമായതോടെ ജാഗ്രതയോടെ നീങ്ങാൻ സർക്കാർ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ റവന്യൂ ഭൂമി പിടിച്ചെടുക്കാൻ വനം വകുപ്പിന്റെ നീക്കം. വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത് 50 വർഷത്തിലധികമായി കർഷകരുടെ പക്കലുള്ള ഭൂമിക്ക്. നിരവധി പേർക്കെതിരെ കേസെടുക്കുന്നതായും ആക്ഷേപം. തൃണമൂൽ കോൺഗ്രസിൽ വിമത നീക്കത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ മമതാ ബാനർജി. പാർട്ടി ആസ്ഥാനം പിടിച്ചെടുത്ത് പ്രതിപക്ഷ നേതാവ് ഋതുബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത നീക്കം പാർട്ടിയുടെ പേരിനും ചിഹ്നത്തിനും അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന സമാശ്വാസ പദ്ധതി വൈകുന്നു. ദുരിതത്തിലായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. റേഷൻ വിഹിതം മുടങ്ങിയതും തിരിച്ചടി. പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടറിൽ. ശക്തരായ എതിരാളികളെ വിറപ്പിച്ച ശേഷമാണ് കേപ്പ് വെർദെ കീഴടങ്ങിയത്. അർജന്റീനയ്ക്കായി സൂപ്പർ താരം ലയണൽ മെസ്സി, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർ ലക്ഷ്യം കണ്ടപ്പോൾ ഡീനയുടെ സെൽഫ് ഗോളും അർജന്റീനയ്ക്ക് തുണയായി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ അർജന്റീന ജയിച്ചത് 2-3 ഗോളുകൾക്കാണ്. ഈജിപ്റ്റാണ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചിട്ട് മറ്റു മത്സരങ്ങളൊക്കെ ഞാൻ അത്ര ഫുട്ബോൾ അങ്ങനെ അറിയുന്ന ആളോ അതിൽ ശ്രദ്ധിക്കുന്ന ആളോ ഒന്നും അല്ല. എന്നിരുന്നാൽ പോലും ഇന്ന് പുലർച്ചെ ആ കളി അത് കണ്ടപ്പോൾ വലിയൊരു ആവേശം തോന്നി പെട്ടെന്ന്. എന്നുവെച്ചാൽ ഒരു കൊച്ചു ദ്വീപായ കേപ്പ് വെർദ, ആ കേപ്പ് വെർദയ്ക്ക് മുന്നിൽ അർജന്റീന പോലെയുള്ള ലോക രാജാക്കന്മാർ വിറച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെയല്ലേ അത്? മായ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഒരു ഞെട്ടലിലായിരിക്കും അർജന്റീനൻ ആരാധകരൊക്കെ തന്നെ ഉണ്ടാവുക. സ്വാഭാവികമായും ഒരു തോൽവി, ആ തോൽവിയിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം അത്രയും മനോഹരമായിട്ടായിരുന്നു കേപ്പ് വെർദെ തങ്ങളുടെ മത്സരം കളിച്ചത്. വലിയ സമ്മർദ്ദം അർജന്റീനയ്ക്ക് മുന്നിൽ വെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു ഘട്ടത്തിൽ കേപ്പ് വെർദെ വിജയത്തിലേക്ക് പോകുമോ എന്ന് വരെ നമ്മൾ തോന്നിയതാണ്. കാരണം 1-ന് അടിക്കും മറുപടി എന്ന നിലയിൽ തന്നെയാണ് കൃത്യമായി കാര്യങ്ങൾ പോയത്. മെസ്സിയിലാണ് അർജന്റീന തുടങ്ങിയത്. മെസ്സിയുടെ ഗോൾ വരുന്നു. ആ ഗോളിൽ അർജന്റീന മുന്നോട്ട് പോകുമ്പോൾ 59-ാം മിനിറ്റിൽ ദുരത്തയുടെ ഗോളിൽ കേപ്പ് വെർദെ സമനില ഗോൾ പിടിക്കുന്നു. ആ സമനിലയുമായി 90 മിനിറ്റിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി മുന്നേറ്റമുണ്ടാക്കുന്നു. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ലോപ്പസ് കേപ്പ് വെർദെയുടെ ഗോൾ നേടി സമനിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. പിന്നീടാണ് സെൽഫ് ഗോളിലാണ് അർജന്റീനയുടെ വിജയം. ആ സെൽഫ് ഗോള് അബദ്ധവശാൽ കയ്യിൽ തട്ടി, അതായത് ബൊസീഞ്ഞോയുടെ പൊസിഷൻ മാറുന്ന ഒരു സമയം, ആ സമയത്തേക്ക് അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിലായിരുന്നു, അതായത് അർജന്റീന താരത്തിന്റെ തല
തലയിൽ നിന്ന് പന്ത് ബൊസീഞ്ഞയുടെ കയ്യിലേക്ക് തന്നെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ കേപ്പ് വെർദെയുടെ താരത്തിന്റെ കയ്യിൽ പന്ത് തട്ടുന്ന ആ നിമിഷമാണ് ചെറിയൊരു വേരിയേഷൻ ആ പന്തിനുണ്ടാകുകയും പന്ത് ആ മൂലയിലേക്ക് മാറുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ആ ഗോൾ അവിടെ വീഴുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഈ മത്സരത്തിന്റെ ആകെ തുക എടുത്താൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയാൽ ഒരു പക്ഷേ അത്ര എളുപ്പമാകില്ല. അതായത് ഇപ്പോൾ കണ്ട വെല്ലുവിളിക്ക് അപ്പുറത്തേക്ക് അർജന്റീനയ്ക്ക് പോകേണ്ടി വരുമായിരുന്നു. കാരണം അവിടെ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു, അത് ബൊസീഞ്ഞയാണ്. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ കേപ്പ് വെർദെ നമ്മൾ കണ്ടതാണ്. ആ കേപ്പ് വെർദെ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക്, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോൽവി അറിയാതെയാണ് കേപ്പ് വെർദെ തങ്ങളുടെ നോക്കൌട്ട് പോരാട്ടത്തിലേക്ക് എത്തിയത്. അതേ കേപ്പ് വെർദെ അവസാനം, അതായത് 90 മിനിറ്റ് സാധാരണ കളിയുടെ ഒരു 90 മിനിറ്റ് എന്ന് പറയുന്ന ആ സമയത്ത് സമാനമായ രീതിയിൽ തന്നെ സമനില സംവിധാനത്തിൽ മാത്രമാണ് നിന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ തോൽവി അറിയാൻ നിൽക്കുന്നു. പിന്നീടാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സമയത്താണ് കേപ്പ് വെർദെ തോൽവിയിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ എടുത്തു പറയേണ്ടത് ബൊസീഞ്ഞോ തന്നെയാണ്. ബൊസീഞ്ഞയുടെ അതായത് മെസ്സിയും ലോർത്താരോ മാർട്ടിനസും അതുപോലെ തന്നെ മറ്റുള്ളവരുമെല്ലാം റൊമേരോയും ഒക്കെ അടങ്ങിയ വൻ നിരയാണ് ജൂനിയർ അൽവാരസും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ പിടിച്ചു നിർത്താൻ ബൊസീഞ്ഞോ കഴിഞ്ഞു. ഒരുപക്ഷെ ബൊസീഞ്ഞോ എന്ന് പറയുന്ന ഒരു കാവൽ മാലാഖ ആ ഗോൾ പോസ്റ്റിന് കീഴിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 5-0 6-0 അർജന്റീന ജയിക്കേണ്ട, അല്ലെങ്കിൽ 6 ഗോളെങ്കിലും അർജന്റീന അടിക്കുമായിരുന്നു. കാരണം അത്രയധികം ഷോട്ടുകൾ മെസ്സിയുടെ കാലിൽ നിന്ന് വരെ വരുന്നുണ്ടായിരുന്നു. സാധാരണ ഒരു ടീമിനെതിരെ മെസ്സി വളരെ സമർത്ഥമായി അടിക്കുന്ന പല പന്തുകളും വളരെ കൃത്യമായി ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവുമില്ലാതെ ബൊസീഞ്ഞോ കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മാത്രമല്ല കേപ്പ് വെർദെയുടെ പ്രതിരോധത്തെയും നമുക്ക് മറന്നുകൂടാ. കേപ്പ് വെർദെയുടെ പ്രതിരോധം വളരെ കൃത്യമായി മെസ്സിയെ ബ്ലോക്ക് ചെയ്തു, അവരെ മെസ്സിയെ പൂട്ടി എന്നുള്ളതാണ്. അതായത് ബോക്സിന് സമീപത്തായി 4 കാവൽ ഭടന്മാരാണ് അണിനിരുന്നത്. അവരാണ് മെസ്സിയുടെ നീക്കങ്ങളെ തകർത്തത്. മാത്രമല്ല ഒരുപക്ഷെ ഈ കഴിഞ്ഞ കളികളിലാകെ തന്നെ പലപ്പോഴും അർജന്റീൻ ടീമിനെതിരായ ഒരു വിമർശനം എന്ന് പറയുന്നത് മെസ്സിക്ക് ഗോളടിക്കാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ജൂലിയൻ അൽവാരസിന് ഒറ്റയ്ക്ക് കയറാവുന്ന മുന്നേറ്റ് കൊണ്ടുപോകുന്ന പന്തുകളിൽ പോലും, അതായത് ബോക്സിന് അടുത്തെത്തിയ പന്ത് പോലും മറിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതൊക്കെ നമ്മൾ ഈ കാഴ്ചയിൽ കണ്ടു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കളികളായി അർജന്റീന കളിയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട പോരായ്മ മൈനസ് പാസുകൾ ക്ലിയർ ചെയ്യുന്നതിൽ വലിയ പോരായ്മ അർജന്റീനയ്ക്ക് ഉണ്ടാകുന്നു. അത് ഈ പോരാട്ടത്തിന് കണ്ടു. കഴിഞ്ഞ ദിവസം ഫുട്ബോളിന്റെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇതേ കളിയുമായി അർജന്റീന ഫ്രാൻസിന്റെ അടുക്കേക്ക് എത്തിയാൽ എംബാപ്പയും ഡിംബലയൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതിനു മുൻപേ തന്നെ അർജന്റീനയുടെ എന്താണ് അർജന്റീനയുടെ പോരായ്മകളെന്ന് ഫുട്ബോൾ ആരാധകർ, അർജന്റീനൻ ആരാധകരെല്ലാം തന്നെ കണ്ടത് ഈ കേപ്പ് വെർദെയുമായുള്ള മത്സരമാണ്. കേപ്പ് വെർദെക്ക് അഭിമാനിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5 ലക്ഷം ആളുകൾ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യം, ദ്വീപസമൂഹങ്ങൾ ചേർന്നൊരു രാജ്യം. ആ രാജ്യം ആദ്യ ലോകകപ്പിലെത്തുന്നു. അവിടെ അർജന്റീനയെ വിറപ്പിച്ചവർ മടങ്ങുകയാണ്. ഒരു പക്ഷേ അടുത്ത ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഇതായിരിക്കില്ല കേപ്പ് വെർദെ എന്ന് വളരെ ശക്തമായ ഒരു സന്ദേശം അവർ നൽകുന്നു. അത്രയധികം ഒരു പ്രയത്നം ആ ടീമിന് പിന്നിലുണ്ട്. അർജന്റീനയുടെ പോരാട്ടത്തിൽ നമ്മൾ കുറച്ച് കാണുന്നില്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. കാരണം അർജന്റീനക്കാർ പോലും സമ്മതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നവർ കേപ്പ് വെർദെയുടെ പോരാട്ട വീര്യം തന്നെയാണ്. അതവർ തങ്ങളുടെ സുവർണ്ണ നാളുകളായി കുറിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകകപ്പിൽ നിന്ന് വിട പറയുന്നത്. ഇനി അർജന്റീനയെ സംബന്ധിച്ച് ഈജിപ്ത് ആണ് എതിരാളികളായി അടുത്ത ഘട്ടത്തിൽ വരുന്നത്. മുഹമ്മദ് സലയുടെ ടീമാണ്. സ്വാഭാവികമായും വലിയ വെല്ലുവിളി. പക്ഷേ ഈ കാണുന്ന കേപ്പ് വെർദെയുടെ ഒരു വെല്ലുവിളി അവിടെ ഈജിപ്ത് ഉയർത്തുമെന്ന് അറിയില്ല. കാരണം സലയ്ക്ക് അപ്പുറത്തേക്ക് മറ്റു താരങ്ങളൊന്നും തന്നെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നവല്ല. ഷൂട്ടൗട്ടിലാണ് ഈജിപ്തിന്റെ വരവ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികളില്ല. ഇതിൽ തന്നെ അതായത് ബൊസീഞ്ഞയെ പറയുമ്പോൾ തന്നെ എമിലിയാനോ മാർട്ടിനസിന്റെ ഒരു വലിയ സേവ് ഉണ്ട്. ലോപ്പസ് എടുത്ത ആ കോർണർ, അതൊരു പക്ഷേ എമിലിയാനോയുടെ ഏതെങ്കിലും ഒരത്തിൽ സ്ഥാനം മാറിയിരുന്നെങ്കിൽ അത് അകത്തേക്ക് കയറുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3-3 എന്ന നിലയിലേക്ക് വരികയും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും. ഏതായാലും വലിയ മത്സരം. നേരത്തെ മായ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഫുട്ബോളിനെ വലിയ തരത്തിൽ അടുത്തറിയാത്ത അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോകാത്ത പലരും പോലും ഞെട്ടിത്തെറിച്ചൊരു മത്സരമാണ്. അർജന്റീന ആരാധകരെ സംബന്ധിച്ച് അവർ ആ ജെട്ടൽ നിന്ന് മുക്തരായോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ്. ഏതായാലും അർജന്റീന ജയിച്ചിരിക്കുന്നു. ലോക ചാമ്പ്യന്മാർ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അവർ അകത്തേക്ക് തന്നെയാണ്. കേപ്പ് വെർദെ തല ഉയർത്തിപ്പിടിച്ച ഈ ലോകകപ്പിൽ നിന്ന് മടങ്ങുകയാണ്. മായ. ശരി, പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോക ഫുട്ബോളിൽ അവസാന നിമിഷം വരെ ആവേശം നിറച്ച പോരാട്ടത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. ശക്തരായ എതിരാളികളെ വിറപ്പിച്ച ശേഷമാണ് കേപ്പ് വെർദെ കീഴടങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. കേപ്പ് വെർദെക്ക് എതിരായ മത്സരം 3-2 അർജന്റീന നേടിയത് ആരാധകർക്കിടയിലും ആവേശത്തിരയിളക്കി. തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷനിൽ ബിഗ് സ്ക്രീനിൽ കളി കാണാൻ 250-ലധികം മെസ്സി ആരാധകരാണ് മഴയെ അവഗണിച്ചും എത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ അഭിരാമിനൊപ്പം രജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
അർജന്റീന കേപ്പ് വെർദെയുമായുള്ള മത്സരത്തിൽ അർജന്റീന വമ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത്. കാരണം വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടുവന്നു കേപ്പ് വെർദെ അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും എന്നാൽ ആ ഒരു വലിയ വെല്ലുവിളികളെയൊക്കെയും മറികടന്നുകൊണ്ട് അവസാനം 3-2 വിജയമാണ് അർജന്റീന നേടിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ അർജന്റീനയുടെ വലിയൊരു ടീമുണ്ട്. നമ്മൾ ലോ കോളേജ് ജംഗ്ഷനിലാണുള്ളത്. ഈ ലോ കോളേജ് ജംഗ്ഷനിൽ വലിയൊരു ടീം തന്നെയുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ഈ മത്സരം? ഈ ഒരു മത്സരത്തിൽ എന്തായാലും ഒരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. വിജയ ഗോൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ കേബോ വെർദെ ഒരിക്കലും വില കുറച്ച് കണ്ടിട്ടില്ല. ഞങ്ങൾ എല്ലാ ടീമിനെയും ബഹുമാനിക്കുന്ന ടീമാണ്. പക്ഷേ അർജന്റീന കളിക്കുമ്പോൾ 47 ടീം അപ്പുറത്തും അർജന്റീന ഇപ്പുറത്തുമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. 37 കൊല്ലം ഞങ്ങൾക്ക് കപ്പില്ല. ഞങ്ങൾ ഈ ടീമിനെ വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കപ്പും ഇല്ലാതെ ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ പിന്തുടർന്ന് ഒരു കപ്പും ഇല്ലാതെ ഞങ്ങൾ ടീമിനോടെ നിന്നു. 22-ൽ മെസ്സി വന്ന് കപ്പടിച്ചു. അതിനുശേഷം അർജന്റീന എവിടെ കളിക്കുന്നോ അതിനെതിരാണ് എല്ലാവരും. ഞങ്ങൾ ഒറ്റയ്ക്കും 47 ടീമും അപ്പുറത്തുള്ളത്. അതാണ് ഇന്ന് കേബോ വെർദെ മികച്ച ടീം, വൊസീഞ്ഞയുടെ മികച്ച സേവുകള്, അക്ഷരാർത്ഥത്തിൽ കേബോ വെർദെ മികച്ചു നിന്നു. പക്ഷേ ഒരു കാര്യം മറന്നുപോയി, ബൈബിളിന്റെ ജീവനാടിയായ മിശിഹേനെ തളക്കാൻ ഒരു മന്ത്രവാദത്തിലും പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കേപ്പ് വെർദെയുടെ മത്സരം. അവരുടെ ഒരു വരവ് തന്നെ ആദ്യമായാണ് അവർ ലോകത്തിലേക്ക് എത്തുന്നത്. എത്രത്തോളമാണ് അവരെ പരാജയപ്പെട്ടു എങ്കിൽ തന്നെയും ഇത്രയും നല്ലൊരു കളി കാഴ്ചവെക്കാൻ, അതായത് മുൻ ടീമുകളുമായിട്ടുള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ 2 ടീമുകളെ ഗോൾരഹിത സമനിലയെ തളയ്ക്കുന്നു. ഒപ്പം സൗദി അറേബ്യയെ സമനിലയെ കൊണ്ടിരുന്നു. ഇപ്പോൾ അർജന്റീനയുമായിട്ട് ഒരു മികച്ച കളി തന്നെ കാഴ്ചവെക്കാനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പെയിനിനെ സമനിലയെ തളച്ച ടീമാണ് കേപ്പ് വെർദെ. ആ ടീമിനെ അർജന്റീന തോൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കോച്ച് സ്കലോണി പറഞ്ഞിട്ടുണ്ട് കേപ്പ് വെർദെ മികച്ച ടീമാണ്. ഞങ്ങൾ അവരെ ബഹുമാനത്തോടെ കാണുന്നു. ആ എല്ലാ ബഹുമാനത്തോടെയും തന്നെയാണ് അർജന്റീന കളിച്ചത്. കേപ്പ് വെർദെയുടെ മികച്ച പ്രകടനം. പക്ഷേ അർജന്റീനയ്ക്ക് ഈ ജയം അനിവാര്യമായിരുന്നു. സ്കലോണിയുടെ ഒരു 100ാമത് സെഞ്ചുറി മത്സരം കൂടിയായിരുന്നു. അതിനുള്ള ഒരു സമ്മാനം കൂടിയാണ്. സ്കലോണി സെഞ്ചുറി അടിച്ചിരിക്കുന്നു വിജയത്തിൽ. അതോടൊപ്പം തന്നെ മെസ്സി എന്താണെന്ന് വീണ്ടും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾ കളിക്കുന്ന കാലം അത്രയും അയാളുടെ കളി കാണുക, ആസ്വദിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കുള്ളത്. അതുതന്നെയാണ്, വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു മത്സരത്തെ അവർ കാണുന്നത്. ഒപ്പം തന്നെയാണ് മത്സരം ഏറ്റവും നല്ല ആവേശകരമായ രീതിയിലേക്ക് മത്സരം നീങ്ങുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ എക്സ്ട്രാ ടൈമിലാണ് പ്രധാനമായും പ്രധാന ഗോളുകളൊക്കെയും പിറന്നത് അത് എക്സ്ട്രാ ടൈമിലാണ് എന്നതാണ്. ഓരോ രീതിയിലും ഓരോരുത്തരും വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മത്സരത്തെ വിലയിരുത്തുന്നത്? നമ്മൾ വിചാരിച്ചേക്കാട്ടി കുറച്ച് കടുപ്പമായിരുന്നു മാച്ച്. പക്ഷേ എന്നാലും അർജന്റീനയും മെസ്സിയും നന്നായിട്ട് കളിച്ചു. കുറച്ച് സാഹചര്യത്തിൽ നമ്മൾ പിന്നിലോട്ടായി. പക്ഷേ എന്നാലും ടീമിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജയിച്ചു. ഇത് തന്നെയാണ് വളരെ ആവേശത്തോടു കൂടി ആരംഭിച്ച ഒരു കളി. വളരെ സാവധാനം ആരംഭിച്ച് അത് കത്തിക്കയറുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലോ കോളേജ് പ്രദേശത്ത് ഇവിടെ സ്ഥിരമായി തന്നെ അർജന്റീനിയൻ ഫാൻസാണ് കൂടുതലുള്ളത്. അവർ ഇവിടെ സ്ഥിരമായി തന്നെ സ്ക്രീൻ വെച്ചുകൊണ്ട് മത്സരം കാണുന്ന ഒരു കാഴ്ചയാണ്. അത് ഏത് സമയത്താണെങ്കിലും അതിന് സമയ വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മളിവിടെ രാവിലെ 3 മണിയോടുകൂടി നമ്മളിവിടെ എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം 250ഓളം ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ കുഞ്ഞ് കളിക്കാരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് കളിയെ കാണുന്നത്? നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു കളി? സീനായിരുന്നു, പൊളിയായിരുന്നു. മെസ്സി ഫസ്റ്റ് ഗോള് സീനായിട്ട് അടിച്ചിരുന്നു. മെസ്സിയുടെ ആരാധകനാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. ഈ എല്ലാ കളിയും കാണാൻ വരാറുണ്ടോ? എല്ലാ കളിയും കാണാറുണ്ട്. വരാറുണ്ട്. ഇങ്ങനെ പ്രായ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ ഈ കളി ആസ്വദിക്കാനായി ആളുകൾ എത്തുന്നത് എന്നാണ്. കളി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. റോളർ കോസ്റ്റർ ഇമോഷൻ ആയിരുന്നു. ചിരിക്കും കരയോ അങ്ങനെയായിരുന്നു. നന്നായിട്ട് ജയിച്ചു. താങ്ക് യു. ഇത് തന്നെയാണ് ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ് ഓരോരുത്തർക്കും ഓരോ സമയത്തും. കാരണം അത്ര കണ്ട് കളിയുടെ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇടയ്ക്കുണ്ടായി. അതിനുശേഷം തിരിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയപ്പോൾ ആവേശവും അതുപോലെ തന്നെ സമ്മർദ്ദവും ആകുന്നു. പിന്നീട് അത് ജയത്തിലേക്ക് മാറുമ്പോഴുള്ള ഒരു ആവേശം അത് ഈ ആസ്വാദകർക്കൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ ആരാധകർക്കൊപ്പം തന്നെ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ ആവേശം കൂടി ലഭിക്കുന്നത്. എന്ത് തന്നെയായാലും അർജന്റീന അത് പിടിച്ചു കെട്ടാൻ കഴിയാത്ത കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകകപ്പിൽ. നമുക്കറിയാം ഇതിനു മുമ്പുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് തന്നെ അർജന്റീന ഈ നോക്കൗട്ട് റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു. മുമ്പ് 7 വർഷങ്ങളാണ് അർജന്റീന ഇതുവരെയും ഒരു നോക്കൗട്ട് റൗണ്ടിൽ തോൽവി എന്തെന്നറിയാതെ മുന്നോട്ട് പോകുന്നത്. അത് ഇത്തവണയും ഉണ്ടായിരിക്കുന്നു.
ഇനി ബാക്കി മത്സരങ്ങളിലേക്ക് പോവുകയാണ്. മറ്റു മത്സരങ്ങളിലും വിജയിച്ച അർജന്റീന കപ്പ് നേടും എന്ന, വീണ്ടും കപ്പടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആരാധകർ എല്ലാവരും. തിരുവനന്തപുരത്തുകാരുടെ ഫുട്ബോൾ ആവേശമാണ് കണ്ടത്. ഇനി കോഴിക്കോട്ടെ കാര്യം നോക്കേണ്ടതുണ്ട്. കോഴിക്കോട്ടുകാരുടെ ആ പന്തുകളി ആവേശമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ആവേശമാണ്. ഞങ്ങളുടെ പ്രതിനിധി കെ രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സമാനതകളില്ലാത്ത പോരാട്ടം പങ്കുവെച്ചാണ് കേപ്പ് വെർദെ ലോകകപ്പിൽ നിന്നും മടങ്ങുന്നത്. അതേസമയം അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ആഹ്ലാദ നിമിഷമാണ്. എന്താണ് കേപ്പ് വെർദെ സത്യത്തിൽ ശ്വാസം മുട്ടിച്ചു? പക്ഷേ നല്ല കളിയായിരുന്നു ശരിക്കും. ഫൈനലില്ലേ നമ്മളെ വേൾഡ് കപ്പ് 2022 ഏതാണ്ട് അതിൻ്റെ ഫീലിങ്ങിലാണ്. സമാധാനമായി. ഇനി നമ്മൾ പക്ഷെ അവർ നല്ല ടീമാണ്, സൂപ്പർ ടീമാണ്. അവർ വേൾഡ് കപ്പിൽ ഫസ്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഒരു ടീമിനാറില്ല, അവരിതുവരെ തോറ്റിട്ടില്ല. അർജന്റീന അവരെ തോൽപ്പിച്ച്, അതും നമ്മളെ മെസ്സി ഒരു ഗോളും. സെല്യൂട്ട് ചെയ്യണം അവരുടെ പോരാട്ടത്തെ. അവരെ പോരാട്ടത്തെ സെല്യൂട്ട് ചെയ്യണം അല്ലേ? അവർ നല്ല കളി കളിച്ചിട്ടുണ്ട്. അവർ പുതിയ ടീമല്ലേ, നമുക്ക് പരിചയമില്ലാത്തൊരു ടീമാണ്. അവരിതുവരെ തോറ്റിട്ടില്ല, പക്ഷെ അർജന്റീന അവരെ തോൽപ്പിച്ച്. ഇനി ഫൈനലിൽ ഞങ്ങളുണ്ടോ, അത് ഉറപ്പാ. എന്താ പറയാനുള്ള നല്ല കളി. അർജന്റീന ആരാധകരെ സംബന്ധിച്ച് മറക്കാനാകാത്ത ഫുട്ബോൾ കാഴ്ചയാണ് ഇന്ന് കാണാനായത്. കോഴിക്കോട് നിന്ന് KP ഷജീവിനൊപ്പം MM രാഗേഷ്, ന്യൂസ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ ആവേശം അത് പറഞ്ഞു വെക്കാനാവുന്നതിനും എത്രയോ അപ്പുറമാണ്. അടുത്ത ഒരു ആവേശമാണ് MM രാഗേഷ് പകർത്തി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അർജന്റീനയും മെസ്സിയും ഒരു വികാരമാണ്, അതിർത്തികളില്ലാത്ത ആവേശം. അർജന്റീന തോൽക്കുന്നു വിചാരിച്ചോ? ഒരു നിമിഷ നേരം പേടിച്ചെങ്കിലും നല്ല ഗംഭീരമായിട്ടുള്ള കളിയായിരുന്നു. കട്ടയ്ക്ക് പക്ഷെ പൊരുത്തി നമ്മൾ അർജന്റീന ജയിച്ചു. ഫൈനലിൽ തീർച്ചയായിട്ടും വരും. അർജന്റീന ആരുമില്ല. അർജന്റീന തോൽക്കും തോന്നിയോ? ഇല്ല, നമ്മൾ ഒരിക്കലും തോൽക്കില്ല. Vamos Argentina! Vamos Argentina 2026! Argentina! Argentina! ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു. നോക്കൌട്ടിൽ ഓസ്ട്രേലിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 4-2 തോൽപ്പിച്ചാണ് ഈജിപ്റ്റ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചാണ് പിരിഞ്ഞത്. എക്സ്ട്രാ ടൈമിലും സ്കോർ തുല്യമായതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. 13-ാം മിനിറ്റിൽ ഇമാം അഷോറിൻ്റെ ഗോളിൽ ഈജിപ്റ്റ് മുന്നിലെത്തിയിരുന്നു. എന്നാൽ രണ്ടാം പകുതി 55-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോൾ ഈജിപ്റ്റിന് വിനയായി. ഇഞ്ചുറി ടൈമിൽ ഈജിപ്റ്റ് ഗോളിനടുത്തെത്തിയെങ്കിലും വല ചലിച്ചില്ല. ഷൂട്ടൌട്ടിൽ ഈജിപ്റ്റിനായിരുന്നു സമ്പൂർണ്ണ ആധിപത്യം. പ്രീ ക്വാർട്ടർ ബർത്ത് തേടി ഘാനയും കൊളംബിയയും കളിക്കളത്തിൽ. കൊളംബിയ 1 ഗോളിന് മുന്നിലാണ്. കരുത്തരായ പോർച്ചുഗൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് കെ ജേതാക്കളെയാണ് കൊളംബിയ നോക്കൌട്ടിലെത്തിച്ചത്. 3-ാം സ്ഥാനക്കാരായാണ് ഘാനയുടെ മുന്നേറ്റം. ആഫ്രിക്കൻ കരുത്തുമായി ഘാനയും ലാറ്റിൻ അമേരിക്കൻ മാന്ത്രികതയുമായി കൊളംബിയയും ഇറങ്ങുമ്പോൾ വിജയം ആർക്കൊപ്പമാകും എന്ന ആകാംക്ഷയിലാണ് കായിക പ്രേമികൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ചുവടുമാറ്റി അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണയെന്നും സർക്കാർ അനുമതിയോടെ മാത്രമേ മുന്നോട്ടു പോകുകയുള്ളൂ എന്നുമാണ് അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സമ്മർദ്ദം ശക്തമായതോടെ അനുമതി നൽകുന്നതിൽ ജാഗ്രതയോടെയാണ് സർക്കാരിന്റെ നീക്കം. രജിത്ത് ചേരുകയാണ്. രജിത്ത്, പ്രാഥമിക ധാരണ മാത്രമാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഉണ്ടായത് എന്നാണ് MSC കമ്പനി പറയുന്നത്. MSC ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുമതി അത്യാവശ്യം തന്നെയാണ്. അനുമതി ഇല്ലാതെയാണ് 49% ഓഹരി കൈപ്പറ്റിയത് എന്ന് പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിലടക്കം പറഞ്ഞത്. ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങളൊരു മുന്നോട്ട് പോക്ക്? MSCയുടെ നീക്കങ്ങൾ അത് എങ്ങനെയാവും?
മായ, അദാനി ഗ്രൂപ്പിന് ഈ ഒരു ഓഹരി കൈമാറ്റവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് നേരത്തെ മുതൽ തന്നെ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം സർക്കാർ തലത്തിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കാതെ തന്നെ ഇവർ MSCയുമായി ഒരു ധാരണയിലേക്ക് എത്തുകയും ആ ധാരണ പുറത്തേക്ക് വിടുകയും ചെയ്തത്. അതിനുശേഷമാണ് സർക്കാരിലേക്ക് അനുമതി ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ 49% ഓഹരി, ഏകദേശം 29,000 കോടി രൂപയുടെ ഇടപാടാണ് ഇപ്പോൾ ഈ ഓഹരി ഇടപാടിൽ തന്നെ നടക്കുന്നത്, ഓഹരി കൈമാറ്റത്തിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവണം. പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അധീനതയിലുള്ളതിനാൽ തന്നെ സംസ്ഥാന സർക്കാരുമായി അദാനി ഗ്രൂപ്പ് വെച്ചിട്ടുള്ള കരാർ പ്രകാരം ഇത്തരമൊരു കരാറുമായി അല്ലെങ്കിൽ ഇത്തരമൊരു ഓഹരി കൈമാറ്റവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഡീലുകളടക്കം ഇവർ തമ്മിലുണ്ട് എന്നതാണ്. അവയൊക്കെയും വ്യതിചലിപ്പിച്ചുകൊണ്ടാണ് ഈ അദാനി ഗ്രൂപ്പ് MSC കമ്പനിയുമായി, അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായിട്ടുള്ള MSC കമ്പനിയുമായുള്ള ഓഹരി കൈമാറ്റത്തിലേക്ക് എത്തിയത്. എന്നാൽ അത് സർക്കാർ തലത്തിൽ അംഗീകരിക്കില്ല. സർക്കാർ തലത്തിൽ തന്നെ സമ്മർദ്ദം, സർക്കാർ തലത്തിൽ പ്രതിപക്ഷത്തു നിന്നും വലിയൊരു സമ്മർദ്ദം നിയമസഭയിൽ അടക്കം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആദ്യം ഒരു കത്ത് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്ക് ശേഷം ഒരു കത്ത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന് നൽകുകയും ചെയ്തു, ഇത്തരത്തിൽ ഇതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ രണ്ടാമതൊരു കത്ത്, ആ കത്ത് പിൻവലിച്ചതിന് ശേഷം രണ്ടാമതൊരു കത്ത് കൂടി നൽകിയിരിക്കുന്ന. ആ കത്തിൽ വ്യക്തമാക്കുന്നത് തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണ മാത്രമാണ് MSC കമ്പനിയുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രാഥമിക ധാരണയ്ക്ക് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ ആ കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്ത് സർക്കാർ പരിഗണനയ്ക്ക് എടുത്തിട്ടുമുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയാണ്, കത്ത് നൽകുകയാണെങ്കിൽ ഇതിൻ്റെ ഇടപാടുകൾ, ഈ ധാരണകളൊക്കെയും തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അനുമതി നൽകണോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് പോകുക. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ചൂട് മാറ്റിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണയെന്നും സർക്കാർ അനുമതിയോടെ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുമാണ് അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. ഇനി കാലവർഷത്തിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ചേരുകയാണ്. അനഘ, മലബാറിലൊരു അവസ്ഥ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് വലിയ മഴയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെറുതോതിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്ടെ അവസ്ഥ എങ്ങനെയാണ്? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും അന്ന് പുലർച്ചയോട് കൂടി തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ മഴ വീണ്ടും വരും, അല്ലെങ്കിൽ മഴ വീണ്ടും പെയ്യും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും താൽക്കാലികമായി മഴയ്ക്കൊരു ശമനമുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് ഇന്നും തുടരുകയാണ്. ഈ നദികളിലടക്കം ആളുകൾ ഇറങ്ങരുത് എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. നദികളിൽ ഈ മലവെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയരാനുമുള്ള ഒരു സാധ്യതകൾ അടക്കം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നദികളിലോ അണക്കെട്ടുകളിലോ മറ്റോ അണക്കെട്ടിലെ പ്രദേശങ്ങളിലടക്കം ഇറങ്ങരുത്, കുളിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ആയി അടക്കം ഇറങ്ങരുത്, മത്സ്യബന്ധനം അടക്കം നടത്തരുത് എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മലയോര മേഖലയിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ വിമത നീക്കത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ മമതാ ബാനർജി. പ്രതിപക്ഷ നേതാവ് ഘൃതപ്രദ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം പാർട്ടി ആസ്ഥാനം പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടിയുടെ പേരിനും ചിഹ്നത്തിനും അവകാശവാദം ഉന്നയിച്ചതിന് പിറകെയാണ് നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, തൃണമൂൽ കോൺഗ്രസിലെ ചേരിപ്പോര് തീരുന്നേയില്ല. വിമത നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് അല്ലേ മമതാ ബാനർജി? പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയേറ്റതിന് പിറകെ തുടർച്ചയായിട്ടുള്ള തിരിച്ചടികളാണ് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പിളരുകയും MLA-മാരുടെ നേതൃത്വത്തിൽ ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ട് വലിയ പിളർപ്പുണ്ടായി. പിന്നീട് ലോക്സഭാ MP-മാർ പാർട്ടി വിട്ട് NDA-ക്കൊപ്പം ചേർന്നു. രാജ്യസഭയിൽ MP-മാർ രാജ്യസഭാ അംഗത്വവും പാർട്ടി അംഗത്വവും രാജിവെച്ചു. അതിന് പിറകെയാണ്
പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും പേരും ആവശ്യപ്പെട്ടുകൊണ്ട് ഋതുപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. അത്തരത്തിൽ പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടമാകുമെന്നിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി ആസ്ഥാനവും മമതാ ബാനർജി വിഭാഗത്തിന് നഷ്ടപ്പെടുന്നത്. കൊൽക്കത്തയിലെയും പാർട്ടി ആസ്ഥാനമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഋതുപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ഋതുപ്രതാപ് ബാനർജി കൊൽക്കത്തയിലെ മെട്രോപൊളിറ്റൻ ഏരിയയിലെ ഓഫീസ് എത്തുകയും ഓഫീസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇനി മുതൽ ഈ ഓഫീസിലായിരിക്കും തങ്ങളുടെ പ്രവർത്തനം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അത് കനത്ത തിരിച്ചടിയാണ് മമതാ ബാനർജിക്ക് ഉണ്ടാക്കുന്നത്. പാർട്ടിയിലെ പൂർണ്ണമായ നിയന്ത്രണവും ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ വിമത നീക്കത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് മമതാ ബാനർജി. ട്രോളിംഗ് നിരോധനത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം മൂലം തൊഴിലും നഷ്ടമായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി തുക നൽകാൻ വൈകിയതോടെ ദുരിതത്തിലാണ് ആലപ്പുഴയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. സമാശ്വാസ പദ്ധതി തുകയ്ക്ക് പുറമെ റേഷൻ വിഹിതവും മുടങ്ങിയതിനാൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആകെ വറുതിയിലാണ്. ട്രോളിംഗ് നിരോധനവും മോശം കാലാവസ്ഥയുമാണ് തീരദേശ ജനതയെ കടുത്ത പട്ടിണിയിലാക്കിയത്. എന്നാൽ ഈ വറുതിക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകേണ്ട പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാൻ സർക്കാർ വൈകുന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ട്രഷറി നിയന്ത്രണത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തെ 1.47 ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്കായി വിതരണം ചെയ്യേണ്ട 82 കോടി രൂപയാണ് സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇപ്പോൾ പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ആർക്കും പണിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. പരമ്പരാഗത തൊഴിലാളിക്ക് ഇപ്പോൾ പോകാമെങ്കിലും എങ്ങും പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. കുറച്ച് പണിയും മോശമാണ്. അതുകൊണ്ടാണ് ഇതിന് പഞ്ഞമാസം എന്ന് പറയുന്നത്. ഓഫ് സീസണാണ്. അങ്ങനെ വരുന്ന സമയത്താണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ധനസഹായവും തൊഴിലാളിക്ക് കൊടുക്കണം. അതായിരുന്നു പണ്ട് മുതലെയുള്ള കാഴ്ചപ്പാട്. അങ്ങനെ വന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ അവരുടെ പഞ്ഞമാസ പൈസ കിട്ടേണ്ട സമയമാണ്. പഞ്ഞമാസത്തിലെ പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. സാധാരണ ജൂൺ മാസം 10 കഴിയുമ്പോൾ കിട്ടും. ജൂൺ അവസാനിച്ചിട്ടും മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രതിഷേധം. മറ്റൊന്ന്, ട്രോൾ ബാൻ ആകുന്ന സമയത്ത് ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കും. ആ പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ കൊടുക്കും. ഏറെക്കുറെ ഒരു 3 ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമായിരുന്നു. 3 ലക്ഷത്തിലും മഹാഭൂരിപക്ഷം പേരും പാവപ്പെട്ടവരാണ്. അപ്പോൾ സൗജന്യ റേഷൻ എല്ലാവർക്കും അനുവദിക്കും. മത്സ്യത്തൊഴിലാളിക്ക് കുറച്ച് കൂടുതൽ അനുവദിക്കുമായിരുന്നു. ഇത്തവണ മത്സ്യത്തൊഴിലാളിയുടെ സൗജന്യ റേഷൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതിഷേധത്തിന് ഇടയാക്കുന്ന കാര്യം. മെയ് മുതൽ ജൂലൈ വരെയുള്ള പഞ്ഞമാസങ്ങളിൽ തൊഴിലാളികൾക്ക് 3 ഗഡുക്കളായി ലഭിക്കേണ്ട 6000 രൂപയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതത്തിന് പുറമെ തൊഴിലാളികൾ മുൻകൂറായി അടച്ച 1500 രൂപയും ഉൾപ്പെടുന്നു. എന്നാൽ തൊഴിലാളികളടച്ച സ്വന്തം തുക പോലും തിരികെ നൽകാൻ സർക്കാർ മടിക്കുന്നത് കൂടുതൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ട്രഷറി നിയന്ത്രണങ്ങളും ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നത്തെ സർക്കാർ തടയുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആക്ഷേപം. കുടുംബം പുലർത്താൻ മറ്റ് മാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന തീരദേശ ജനതയ്ക്ക് ഈ സഹായം യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണം എന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. താരസംഘടനയായ അമ്മയിലെ പ്രതിസന്ധി തീരുന്നില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാവി സംബന്ധിച്ച് ചർച്ച തുടങ്ങി വിമതപക്ഷം. രമേശ് പിഷാരടി MLA ഒഴികെയുള്ള ആരും നിലവിൽ രാജിവെച്ചിട്ടില്ല. അതേസമയം ഭാവി പരിപാടികൾ അറിയിക്കാൻ അൻസിബ ഹസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ രാവിലെ മാധ്യമങ്ങളെ കാണുമെന്നാണ് കേൾക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ അഡ്ഹോക് കമ്മിറ്റി ഇനിയിപ്പോൾ ഒരു വിലയില്ല, അത് ഇന്നലെ കോടതി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഈ പിഷാരടിയെ പോലുള്ള ആളുകളൊക്കെ അതൊന്ന് രാജിവെക്കാത്തത്? അവരെന്തെങ്കിലും പറയുകയുണ്ടായോ? മായ, ഇത് കോടതി എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് പിഷാരടി മാറി നിൽക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു കാരണം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പ്രാഥമിക അംഗത്വം രാജിവെച്ച ഒരാൾ നൽകിയ ഹർജിയാണ്. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അതായത് നിലവിൽ അമ്മയുടെ ഭാരവാഹി അല്ലാത്ത ഒരു വ്യക്തി ഒരു പരാതി നൽകുന്നു. അതിന്റെ ഭാഗമായി തന്നെ കോടതി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് പക്ഷേ അത്തരം നിയമ പോരാട്ടങ്ങളുടെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പിഷാരടി ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഏറ്റവും എടുത്തു
പറയേണ്ടത് ഈ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പ്രതിസന്ധി വളരെ വേഗം അവസാനിക്കും, ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ്. പിഷാരടി അത് ഇന്നലെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദവികളില്ലെങ്കിലും തന്റെ ശ്രമങ്ങൾ തുടരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിഷാരടിക്ക് തന്നെ ഒരു അസംതൃപ്തി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് പിഷാരടിയും ശ്വേതാമേനോനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം പുറത്തു വന്നതാണ്. അതിൽ ശ്വേത പറയുന്ന ചില ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. സിദ്ദിഖും അതുപോലെ തന്നെ മറ്റു ചില ആളുകളും അവഹേളിക്കുന്ന തരത്തിൽ തന്നോട് പെരുമാറി സംസാരിച്ചു എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടാണ് താൻ അത്തരമൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ശ്വേത പറയുന്നത്. ആ ഒരു കാര്യം, അതായത് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം പിന്നീട് പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അതാണ് പിഷാരടി, അതായത് വ്യക്തിപരമായുള്ള അടുപ്പമായിരുന്നു അത്. ആ അടുപ്പം ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായി എന്നുള്ളതാണ് പിഷാരടി കുറ്റപ്പെടുന്നത്. അതേസമയം ഈ ആരോപണം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആളുകൾ തന്നെ, അതായത് അൻസിബ ഹസൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് 9 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് താരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഇടപെടലിലേക്കും മറ്റ് നടപടികളിലേക്കും കോടതി ഇടപെടലിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്നത്. അതുകൊണ്ട് അമ്മയുടെ അകത്ത് ഈ താരസംഘടനയ്ക്ക് ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വളരെ പെട്ടെന്ന് അവസാനിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ മറിച്ചുള്ള തീരുമാനം ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ ഒരു അനുരഞ്ജന ചർച്ച നടക്കണം. നേരത്തെ പലരും ഇതുമായി ബന്ധപ്പെട്ട അൻസിബയുടെ അടക്കം സംസാരിച്ചിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഇത്തരം ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇതിന്റെ ഒരു ചർച്ചയുടെ മുന്നോട്ട് പോക്കിനെയൊക്കെ തന്നെ ബാധിക്കും. ഏതായാലും പിഷാരടി ഉൾപ്പെടെയുള്ളവർ പിന്മാറിയ ഒരു പശ്ചാത്തലത്തിൽ നിലവിലുള്ള കമ്മിറ്റി, അതായത് ശ്വേത പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കമ്മിറ്റി രാജിവെച്ചാൽ അമ്മയുടെ ബൈലോ പ്രകാരമാണെങ്കിൽ അടുത്ത കമ്മിറ്റി വരുന്നത് വരെ അതിന്റെ നിലവിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് അതുവരെയുള്ള കമ്മിറ്റി തന്നെയാണ്. പക്ഷേ പിഷാരടി ഉൾപ്പെടെയുള്ളവർ, ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ രാജി പ്രഖ്യാപിച്ചു പോയതല്ലാതെ ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഈ സംഘം ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് തങ്ങൾ ഇത് ചുമതല ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് അവർ കുറ്റപ്പെടുന്നത്. ഏതായാലും പരസ്പരം പഴിചാരി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, നീക്കുപോക്ക് ഉണ്ടാകുമോ എന്നുള്ളത് അറിയാനാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നതുമായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. താരസംഘടനയായ അമ്മയിൽ ഇരുവിഭാഗവും ഇനിയിപ്പോൾ എങ്ങനെ ആണ് ഭാവി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഭാവി പരിപാടികൾ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിൽ കാര്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അൻസിബ ഹസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ രാവിലെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ റവന്യൂ ഭൂമി പിടിച്ചെടുക്കാൻ വനം വകുപ്പിന്റെ നീക്കം. 50 വർഷത്തിലധികമായി കർഷകരുടെ കൈവശമിരിക്കുന്ന ഭൂമിക്കാണ് വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതായും ആക്ഷേപമുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല ഇടത്തട്ട് മേഖലയിലാണ് റവന്യൂ ഭൂമി പിടിച്ചെടുക്കാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നത്. വനഭൂമിയുടെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ടും ഇതിന് മറുപടി പോലും നൽകുന്നില്ല. വനംവകുപ്പിന്റെ നടപടിയെ എതിർക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കുന്നതായും ആക്ഷേപമുണ്ട്. ഈ കഞ്ഞിക്കുഴി വില്ലേജിനുള്ളിൽ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ രേഖകളിലില്ല. ഭൂമിയുടെ സ്റ്റാറ്റസ് തീരുമാനിക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നിരിക്കുക. അവരുടെ രേഖകളിൽ BTR എല്ലാം കഞ്ഞിക്കുഴി വില്ലേജിൽ പൂർണ്ണമായിട്ടും പട്ടയഭൂമി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂമികൾ പൂർണ്ണമായിട്ടും റവന്യൂ പുറമ്പോക്കാണ്. ആ പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തി അത് വനം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിന്റെ ഒരു ഗൂഢ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. വനം വകുപ്പിന്റെ ജണ്ടയ്ക്ക് പുറത്ത് കൃഷി ചെയ്തിരുന്ന കാപ്പി ഉൾപ്പെടെയുള്ള വിളകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. 50-60 വർഷമായി താമസിക്കുന്ന കർഷകരെ പോലും കുടിയൊഴിപ്പിക്കുമെന്നാണ് വനം വകുപ്പിന്റെ ഭീഷണി. അത് മേട്ടുമ്പോൾ തീ ഇട്ട് കയറിയുമ്പോൾ എനിക്ക് തീയും കൂടി കയറി വരും. അപ്പോൾ ഉള്ള എന്താത്ത കാപ്പിയോ പല സാധനങ്ങളുണ്ട്, അതെല്ലാം കത്തിപ്പോവാണ്. ഞങ്ങൾ 40-45-56 കൊല്ലമായി താമസിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ അമ്മമാർക്ക് അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് അമ്മമാർ ഇത്ര നാളായപ്പോഴാണ് വരുന്നത്. ഞങ്ങൾ പണ്ട് ഇവിടെ എല്ലാം കപ്പ ഇട്ടുകൊണ്ടിരുന്നതാണ്. അമ്മമാർ നാൾ വന്നേച്ച് അവിടെ ഒന്നും കയറല്, അവിടെ കയറല് ഇവിടെ കയറലെന്നും പറഞ്ഞ് അമ്മമാർ എന്നെ വന്ന് പേടിപ്പിച്ചിട്ട് പോയി. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ താമസിക്കത്തില്ല. ഇവന്മാർ രായും പകലും എല്ലാം പോർച്ചുകാരിങ്ങ് വന്നുള്ളൂ. ഞങ്ങൾക്ക് പേടിച്ചിട്ട് കിടക്കത്തുമില്ല. സാഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വനം വകുപ്പിന്റെ നടപടിക്കെതിരെ രംഗത്തെത്തി. ഇവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ദേശീയപാതയിൽ കാസർഗോഡ് പടന്നക്കാട് മേൽപ്പാലം വഴിയുള്ള യാത്ര നടുവൊടിക്കും. ടാറിംഗ് തകർന്ന് വൻ കുഴികൾ മാത്രമാണ് പടന്നക്കാട് പാലത്തിൽ ഉള്ളത്. അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.
ദേശീയപാതയിൽ പടന്നക്കാട് മേൽപ്പാലം വഴിയുള്ള യാത്ര വൻ കുഴികൾ താണ്ടിയുള്ള ദുരിതയാത്രയായി മാറിയിട്ട് ആഴ്ചകളായി. പാലത്തിലുടനീളം അപകടം പതിയിരിക്കുന്ന കുഴികളും ചിതറിത്തെറിച്ച മെറ്റലുകളും മാത്രമാണ്. മഴ പെയ്ത് വെള്ളം നിറയുമ്പോൾ യാത്രാ ദുരിതം ഇരട്ടിക്കുന്നു. മേൽപ്പാലത്തിലെ കുഴികൾ കാരണം രാവിലെയും വൈകിട്ടും തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്കും പതിവാകുന്നു. ഒരു കുഴിയിൽ നിന്ന് വാഹനങ്ങൾ മറ്റൊരു കുഴിയിലേക്ക്. അങ്ങനെ ഏറെ സമയമെടുത്താണ് 1 കിലോമീറ്റർ വരുന്ന ദേശീയപാതയിലെ പടന്നക്കാട് പാലം കടക്കുന്നത്. മെയിൻ്റനൻസ് വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മഴക്കാലം നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടാമായിരുന്നു. ഇനി എന്താ സ്ഥിതി? ഇനിയിപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മഴക്കാലം കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് അപകടങ്ങളാണ് സംഭവിക്കുന്നത് കണ്ടറിയണം. ഇവിടെ അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യത്തിൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. കുഴികൾ കാരണം നഷ്ടവും ദുരിതവും സഹിക്കുകയാണ്. ഞങ്ങൾ പോകാൻ മടിയാണ് അങ്ങോട്ട്. നമുക്ക് റിഷന്റെ പിന്നെ ഷോക്കാശ്വറിൽ പോയി, ബേരിങ് പോയി, എല്ലാം പോയി. കാരണം നമുക്ക് പോകാൻ പറ്റുന്നത് ഇങ്ങോട്ട് പോയാൽ നീലീശ്വരം ആ പാലത്തിൻ്റെ അടുത്തും വിഷമമാണ്. ഇപ്പോഴും അങ്ങനെ ഒരുപാട് കുഴി. പാലത്തിൻ്റെ മുകളിൽ പല ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ തന്നെ മരണപ്പെടുകയുണ്ടായി. പിന്നെ മദ്രസകളുണ്ട്, 2-3 കോളേജുകളുണ്ട്. വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേൽപ്പാലത്തിൽ വിളക്കുകളില്ലാത്തതിനാൽ രാത്രികാല യാത്രയിൽ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ ജാഗ്രത പുലർത്തേണ്ട കാര്യം നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി. മഴ കനത്ത് 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും പടന്നക്കാട് മേൽപ്പാലം പാടെ തകർന്ന നിലയിലാണ്. എണ്ണയാൽ തീരാത്ത കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പടന്നക്കാട് പാലം. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഇനി വനിതാ ജംഗ്ഷനാണ്. നമ്മുടെ നാട്ടിലെ ഡേ കെയറുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. വനിതാ ജംഗ്ഷൻ കണ്ടതിന് ശേഷം പെട്ടെന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് തിരിച്ചെത്താം. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് കളിച്ചിരിയോടെയും ചെറിയ കരച്ചിലോടെയും ഒക്കെ ഡേ കെയറിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ എത്ര സുരക്ഷിതത്വത്തോടെയാണ് അവിടെ കഴിയുന്നത്? എത്രത്തോളം മാനസിക സമ്മർദ്ദത്തോടെയാണ് അവർ തിരികെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് എത്തുന്നത്? നമ്മുടെ നാട്ടിലെ ഡേ കെയറുകൾ എത്രത്തോളം സുരക്ഷിതമാണ്? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഐശ്വര്യ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കാപ്ജെമിനി ബാംഗ്ലൂരിലെ ക്യാമ്പസിലുണ്ടായിരുന്ന ആരെയും ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ പുറത്തു വരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെയാണ് ആയമാരുടെ ക്രൂരമായ പീഡനങ്ങളൊക്കെ പുറത്തു വന്നത്. വാഷിംഗ് മെഷീനിലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഇടുക, അതുപോലെ ബാത്റൂമിലെ ജെറ്റ് സ്പ്രേ ഉപയോഗിച്ച് കുട്ടികളുടെ മുഖത്തേക്ക് വെള്ളം അടിക്കുക. എനിക്കത് പറയാൻ തന്നെ സങ്കടം വരുന്നുണ്ട്. അത്രത്തോളം ക്രൂരമായ പീഡനമാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും ഡേ കെയറിലേക്ക് വിടുമ്പോൾ തന്നെ അച്ഛനമ്മമാരുടെ മനസ്സിലൊരു തീയാണ് അല്ലേ? നമ്മളിപ്പോൾ ഈ ഡേ കെയറിലൊക്കെ കുട്ടികൾ വിടുന്നത് തന്നെ ഒരു 6 മാസം മുതൽ പ്രായമുള്ള കുട്ടികളെ ഡേ കെയറിലേക്ക് വിടേണ്ട ഒരു അവസ്ഥ, ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പല കുടുംബങ്ങളിലും ഉണ്ട്. അണുകുടുംബങ്ങളായി മാറിയ ഒരു സാഹചര്യത്തിലൊക്കെ ഈ കുട്ടികളെ നോക്കാൻ ചിലപ്പോൾ അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്നതായിരിക്കും, വീട്ടിൽ വേറെ ആളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഡേ കെയറിലൊക്കെ കുഞ്ഞുങ്ങൾ വിടുമ്പോൾ എത്രത്തോളം സങ്കടത്തോടെയും ഒക്കെയാണ് വിടുന്നത്. ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെയുള്ള ഡേ കെയറുകൾ അങ്ങനെ കുഞ്ഞുങ്ങളെ എത്രത്തോളം സുരക്ഷിതമായാണ് അവരെ നോക്കുന്നത്? ഐശ്വര്യക്ക് എന്ത് തോന്നുന്നു? അതെ, ഈ മായ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ ഡേ കെയറിലാക്കി ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു സമാധാനക്കുറവുണ്ടാകും. അയ്യോ, കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരാഹാരം കഴിച്ചോ, അവരെ നന്നായി നോക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു ആദ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അടുത്തുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ IT കമ്പനികളിലൊക്കെ അവിടെ തന്നെ ഈ ക്രഷ് ഉണ്ട് കുട്ടികൾക്ക് ചേർക്കാനായിട്ട്. അത്തരം ഒരു ഡേ കെയർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതും കാപ്ജെമിനി എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള ആ ഒരു ഡേ കെയർ തന്നെയാണ്. അതും 2-3 വയസ്സുള്ള കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുക, ക്രൂരമായി ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു. ഒരു കുട്ടികളെ, ഇത്രയും കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ, ആ കുട്ടികളെ എങ്ങനെയാണ് ഇങ്ങനെ കരഞ്ഞു എന്നതിൻ്റെ പേരിലൊക്കെ ഉപദ്രവിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ കുട്ടികളെ ഇത്തരം ഡേ കെയറിലേക്ക് ആക്കുക? അത് നമ്മുടെ ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട്. അപ്പോൾ കുട്ടികളെ എവിടെയാക്കും? അതുകൊണ്ടാണ് എത്ര പൈസയായാലും
എത്ര തുകയ്ക്കാണെങ്കിലും ഒരു ഡേ കെയറിൽ കൊണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ജോലിയും സ്ഥിതിയും ഒക്കെ അനുസരിച്ച്. പണ്ടൊക്കെ കുടുംബ വ്യവസ്ഥയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വീട്ടിൽ ആളുകളുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ നമുക്കത് വീടുകളിലാക്കിയിട്ട് പോകാം. എന്നാൽ ഇന്നത്തെ ഈ ഒരു അണുകുടുംബ വ്യവസ്ഥയിൽ നമുക്ക് കുട്ടികളെ അങ്ങനെ വീട്ടിൽ നിർത്താവുന്ന ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ് അവരെ നമ്മൾ ഡേ കെയറിലാക്കുന്നത് ഇപ്പോഴൊരു സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂളുകളെ പോലെയല്ല, മുക്കിനും മൂലയിൽ ഡേ കെയറുകളാണ്. കാരണം എത്ര തുക വേണോ വാങ്ങാം, എത്ര നേരം വേണമോ കുട്ടികളെ ഇരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞു സ്ഥലത്ത് ഒരുപാട് ഡേ കെയറുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് അത്രയും സുരക്ഷിതമല്ലാത്ത, അല്ലെങ്കിൽ CCTV ക്യാമറകൾ ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര ആയമാരില്ലാത്ത ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ ആകുമ്പോൾ നമ്മുടെ ഒരു അച്ഛനും അമ്മയും ഉണ്ടാകുമ്പോൾ പോലും ഒരു കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഡേ കെയറിലേക്ക് ആക്കുമ്പോഴേക്കും ഒരായെയും അതിൻ്റെ കൂടെ 10 പിള്ളേരും ആകുമ്പോൾ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പാരൻസിൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികളെ ആക്കുമ്പോൾ അവിടെ ആ ആക്കുന്ന സ്ഥലത്ത് അത്രയും സൗകര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഈ ആക്കുന്നവർ ഭൂരിഭാഗവും ചിന്തിക്കാറില്ല. അവർ കുട്ടികളെ ആക്കിയിട്ട് പോകാനൊരു സ്ഥലം എന്നതിലുപരി അവിടെ എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്, ഞങ്ങളുടെ കുട്ടിക്ക് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണോ, അവിടെ CCTV ക്യാമറയുണ്ടോ, അല്ലെങ്കിൽ ആ ക്യാമറയുടെ ആക്സസ് നമുക്ക് തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പാരൻസും അന്വേഷിക്കേണ്ടതല്ലേ കുട്ടികളെ കൊണ്ടാക്കുന്നതിനൊപ്പം തന്നെ. തീർച്ചയായും നമ്മൾ ഇപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡേ കെയർ തിരഞ്ഞെടുക്കുമ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കേണ്ടത് ഒന്നാണ്. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അത് അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അവർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ പോയി ജീവിത അവസാനം വരെയുള്ളൊരു ട്രോമയായി ആ ഒരു ഡേ കെയർ മാറാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഈ ഐശ്വര്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഡേ കെയറുകളുടെ എണ്ണം അത് പോലെ പെരുകയാണ്. ഞാൻ ഈ ഡേ കെയറുകളുടെ ഡാറ്റ, എത്ര ഡേ കെയറുകൾ നമ്മളുടെ കേരളത്തിലുണ്ട് എന്ന് ഒന്ന് പരിശോധിച്ചപ്പോൾ അതിന് വ്യക്തമായൊരു കണക്ക് അതിലില്ല. ഇത്ര ഡേ കെയറുകൾ, നമ്മളിപ്പോൾ സ്കൂളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായൊരു കണക്കുണ്ട്. സംസ്ഥാനത്തെ അംഗനവാടികളുടെ എണ്ണം എത്ര, അതിന് കൃത്യമായൊരു കണക്കുണ്ട്. പക്ഷേ ഈ സംസ്ഥാനത്തെ ഡേ കെയറുകൾ എത്ര എണ്ണം ചോദിക്കുമ്പോൾ പലപ്പോഴും ഈ ജില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെ ചിലപ്പോൾ നമുക്ക് എണ്ണം കിട്ടിയേക്കാം. പക്ഷേ ഒരു സംസ്ഥാന തലത്തിൽ അത്തരത്തിലൊരു എണ്ണം ഒന്നും നമുക്ക് ലഭ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും കൃത്യമായി നിരീക്ഷിക്കാനുമുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇല്ല. അത്തരത്തിലൊരു നിയമമില്ല. ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ചും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ രാജ്യത്തായിട്ട് ഒരു കൃത്യമായ ഒരു ഏകീകൃതമായിട്ടൊരു സംവിധാനം, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ആ രീതിയിലൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ഈ ക്രഷുകളും ഡേ കെയറുകളും ഒക്കെ ഏത് സംവിധാനത്തിൽ നിയന്ത്രിക്കണം, അപ്പോൾ ഇവരെ ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ ഇവർക്കെതിരെ നടപടിയെടുക്കണം, അവരുടെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഒരു പ്രോട്ടോക്കോളുകളും അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളൊന്നും നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ ഇല്ല. അതിൻ്റെ ഒരു അപര്യാപ്തത എപ്പോഴും ഉണ്ട്. പലപ്പോഴും ഈ സംസ്ഥാനങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അത് പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഡേ കെയറിൽ വിടുന്ന സമയത്ത് തന്നെ അവിടെ സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്ര 10 കുട്ടികൾക്ക്, അത് 6-8 മാസം മുതൽ ഒരു 3 വയസ്സ് വരെ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ 1:10 എന്നുള്ളതാണ്. 10 കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്നുള്ളതാണ്. അത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ആകുമ്പോൾ 1:20 ആണ്. 20 കുട്ടികൾക്ക് വീതം 20 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഒരാൾ, ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കുട്ടികളായി കഴിഞ്ഞ് ഇവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. ഓരോ കുട്ടികൾക്കും കൊടുക്കേണ്ട ശ്രദ്ധ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അത്തരത്തിലൊരു അനുപാതം വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഡേ കെയറുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവണം. നമ്മളുടെ നാട്ടിലെ ഡേ കെയറുകളിൽ എത്രത്തോളം ആളുകൾക്ക് ഇത്രത്തോളം ശ്രദ്ധ കിട്ടിയിട്ടുണ്ടാകും, ഇത്രത്തോളം ട്രെയിനിങ് ഉള്ളവരാണ് ഈ രീതിയിൽ ജോലിക്ക് വരുന്നത്. ചിലപ്പോൾ ഈ ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഡേ കെയറുകളാകാം നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത്, നമുക്കറിയില്ല. ആകർഷിക്കുന്ന ഒരു പേരും അതിന് ചുറ്റും കുറച്ച് കളറൊക്കെ ചേർത്തിട്ട് ഡേ കെയർ, അതൊരു മുറി മതി. ഒരു മുറി എടുത്തു കഴിഞ്ഞ് അവിടെ ഇതുപോലെ ഒരു ബോർഡും വെച്ച് എനിക്ക് തോന്നുന്നു ഈ ഡേ കെയറുകൾക്കൊക്കെ ഈ അനുമതിയൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ അനുമതിയൊക്കെ എടുക്കുന്നത്. ഒന്നുകിൽ അത് നഗരസഭ, പഞ്ചായത്ത്, കോർപ്പറേഷൻ ആ രീതിയിൽ അപേക്ഷ നൽകണം. പിന്നെ കെട്ടിട ലൈസൻസ് വേണം, പോലീസിന്റെ വെരിഫിക്കേഷൻ, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളുടെ സ്കൂളിനൊക്കെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് നടപടിക്രമങ്ങളിലൊക്കെ പോകണം. പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉദാസീനമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ഒരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ സ്വഭാവ രൂപീകൃതം ഉണ്ടാകുന്നത് തന്നെ ഈ ഡേ കെയർ അംഗനവാടികളിൽ നിന്നാണ്. അതായത് ഈ കളിപ്പാട്ടങ്ങളല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അധ്യാപകർ അല്ലെങ്കിൽ ആയമാരിൽ നിന്നാണ് കുട്ടികൾ പല കാര്യങ്ങളും കണ്ടു പഠിക്കുന്നത്. ഞാൻ ഈ മായ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ അംഗനവാടികൾ അല്ലെങ്കിൽ ഡേ കെയറുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയപ്പോഴും, കാരണം ബാംഗ്ലൂർ ഇത്തരത്തിലൊരു അവസ്ഥയുണ്ട്
ഉണ്ടാകുമ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വന്നില്ല. അതിന് മുൻപ് തന്നെ ഈ ജൂൺ 20-22 തീയതികളിലാണ് ഒരു കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്, അതും ഡേ കെയറിൽ വെച്ചിട്ട്. അതും ആ ഡേ കെയറിലുള്ള സ്റ്റാഫിൽ നിന്നല്ല, പുറമേ നിന്ന് വന്ന സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു 20 വയസ്സായ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടുന്നത്. അപ്പോൾ ഈ ഡേ കെയറിൽ ആർക്ക് വേണോ വന്ന് പോകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല. പിന്നെ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള അതിക്രമം നേരിട്ടു എന്ന് മനസ്സിലാകുന്നത് വീട്ടുകാരാണെന്ന് മനസ്സിലാക്കുന്നത്. കുട്ടി വാഷ്റൂമിൽ പോകുന്ന സമയത്ത് കുട്ടിക്ക് വേദന ഉണ്ടാകുന്നു, സ്വകാര്യ ഭാഗത്ത് വേദന ഉണ്ടാകുന്നു. അപ്പോഴാണ് വീട്ടുകാർ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് ആക്രമണം നേരിട്ടു അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നേരിട്ടു എന്നുള്ളത്. അത് ഇവിടെ വന്ന് അറിയിക്കുമ്പോഴാണ് അവർ തന്നെയും അറിയുന്നത്. പോലീസിൽ അറിയിച്ചത് കേസായി, പോക്സോ പ്രകാരം ആ 20 വയസ്സുകാരന് കേസെടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ, സർക്കാർ ഈ ക്രഷുകളിലും ഡേ കെയറുകളിലൊക്കെ ഈ CCTV വെക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ നിരന്തരം അവരുടെ മാതാപിതാക്കൾക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വേണം. അത് ഈ ക്രഷ് ഉടമകളും അത് മാതാപിതാക്കൾക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ അവിടെ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ തന്നെ അത്തരത്തിൽ ഈ CCTV അത്തരത്തിൽ തരുന്ന രീതിയിലുള്ള ഡേ കെയറുകളിൽ മാത്രമേ കുട്ടികളെ വിടാൻ പാടുള്ളൂ. അതാണ് കുട്ടികൾക്ക് പോലും സുരക്ഷിതത്വം. ഒപ്പം തന്നെയാണ് ഈ പരിശീലനം നേടിയ ആളുകളെ അവിടെ വെക്കുന്നതും. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ അറിയണം. ആ ഒരു സ്ഥാപന ഉടമ ഇത്തരത്തിൽ ആളുകളെ എടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ അന്വേഷിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അത് എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പരിശീലനം നേടി എത്ര ആയമാരും ടീച്ചർമാരും നമ്മുടെ ഡേ കെയറുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പലരും ഈ നമുക്ക് ചുറ്റുവട്ടമുള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി പോവുക. ഈ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എന്തുകൊണ്ടായിരിക്കാം, അവരെ സമാധാനത്തോടെ ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ പരിശീലനം നേടിയ ആളുകൾക്ക് പ്രത്യേകം കഴിവുണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡേ കെയറും കാരണം കുഞ്ഞുങ്ങളാണ്, അവർ വളർന്നു വരുന്ന ഭാവിയുടെ തലമുറകളാണ്, നമ്മളുടെ രാജ്യത്തിന് കരുത്താവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം അവരെ നോക്കാനും ശ്രദ്ധിക്കുവാനും. മായ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചുറ്റും ഒരു ഡേ കെയർ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ആരെങ്കിലും ഒക്കെ ആയമാരാക്കുന്നു, സ്റ്റാഫ് ആക്കുന്നു. ഇവർക്ക് തുച്ഛമായ ശമ്പളമായിരിക്കും നൽകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ഈ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഒരു പ്രതികാര നടപടി എന്നോണം ഈ ആയമാർ പുറത്തു വിടുന്നു. നമ്മുടെ ഈ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന സ്ഥിതി എങ്ങനെയാണ് കൂടുതലായും വീട്ടുകാർ അറിയുന്നത്? അവിടെ നിന്ന് ആയമാരെ പുറത്താക്കുമ്പോൾ അവർ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കുന്നു. അപ്പോൾ തെറ്റാണ് എന്നറിയാം. അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നത് ഇവർ കണ്ടുകൊണ്ട് നിന്നിട്ടും ഇവരെ പുറത്താക്കുമ്പോഴാണ് ഇവർ ഈ ദൃശ്യങ്ങളൊക്കെയും പുറത്ത് കൊടുക്കുന്നത്. ഈ IT കമ്പനികൾ ഈ 50 ആളുകളിൽ കൂടുതലുള്ള ജീവനക്കാരുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ കമ്പനികൾ ഈ ക്രഷ് ഇത് വെക്കണമെന്നാണ് നിയമം പറയുന്നത്, അനുശാസിക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കമ്പനികൾ നേരിട്ടല്ല ഈ ക്രഷുകളും ഡേ കെയറുകളും ഡീൽ ചെയ്ത് ഇവർ പുറത്തുള്ള ഏജൻസിയാണ് വെക്കുന്നത്. ആ ഏജൻസി പക്ഷേ പ്രവർത്തിക്കുന്നത് ഈ ക്യാമ്പസുകൾക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ ഇവർ നടത്തുന്ന പോലെയായി. പക്ഷേ ഇതിന്റെ നടത്തിപ്പ് അവകാശങ്ങളൊക്കെ ഈ പുറത്തുള്ള ഏജൻസിക്കാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദി ഇതാർക്കാണ് ഈ പ്രശ്നത്തിൽ വീഴ്ച പറ്റിയത് എന്നുള്ളതിൽ ഉത്തരം ഇല്ല. നമ്മൾ ആരോട് പോയി ചോദിക്കും? ഈ അധികൃതർ ഇവർ കൈമടക്കുകയല്ലേ ചെയ്യുക. കമ്പനിക്കാർ പറയും ഏജൻസി ഏൽപ്പിച്ചു എന്ന് പറയും. ഏജൻസി പ്രവർത്തിക്കുന്നതാകട്ടെ ഇവരുടെ കെട്ടിടത്തിലും ഇവരുടെ കോമ്പൗണ്ടിലും ഒക്കെ തന്നെയാണ്. പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല. ഈ മായ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പനിയോട് ചോദിക്കുമ്പോൾ ഒരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുന്നു, അവർക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയെ വിശ്വസിച്ചാണ് നമ്മുടെ കുട്ടികളെ അവിടെ ചേർക്കുന്നത്. നമ്മൾ ഈ ഒരു 5 വയസ്സ് കഴിയുമ്പോഴേക്കും ഏറ്റവും പ്രശസ്തമായ സ്കൂളിൽ LKGയും UKGയും ചേർക്കുന്നതിന് കൂടാതെ തന്നെ ഈ ഡേ കെയറുകൾ, കാരണം കുട്ടികളുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ തുടങ്ങുന്നത് അവിടെയാണ്. കുട്ടികൾ അവരെ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ ആ അധ്യാപകരെ കണ്ടും അതുപോലെ തന്നെ അവിടെയുള്ള ആയമാരെ കണ്ടും അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെയാണ് ആ കുട്ടികളെ ബേസ് ആയിട്ടും കുട്ടികൾ കണ്ട് വളരുന്നത്. ഈ എല്ലാവരും പറയും ഈ സർക്കാർ അംഗനവാടികളൊന്നും അത്ര പോരാ, എപ്പോഴും ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് സ്വകാര്യ ഡേ കെയറുകളാണ് ഏറ്റവും നല്ലത് എന്നാണ് എപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാർ അംഗനവാടികളൊക്കെ ഇപ്പം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു. അത് കൃത്യമായ നിരീക്ഷണ സംവിധാനമുണ്ട്. ICDSന്റെ കീഴിലാണ് ഈ അംഗനവാടികളൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായ ആ ഒരു സംവിധാനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ട്. സർക്കാരിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയും അതുപോലെ തന്നെ നിരന്തരം നിരീക്ഷണങ്ങൾക്ക് വിധേയമായിരിക്കും ഈ അംഗനവാടികൾക്ക്. ഈ ക്രഷുകളൊക്കെ ഈ ICDSന്റെ താഴെ വരുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ ഡേ കെയറുകളും ഈ രീതിയിലല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഡേ കെയറുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പക്ഷേങ്കിൽ ഈ ചില ഡേ കെയറുകളിൽ നിന്ന് വരുന്ന ഈ സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥാപനങ്ങളുടെ ഈ ഡേ കെയറുകളെ മൊത്തത്തിൽ പറയേണ്ട ഒരു അവസ്ഥ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതെ.
എന്നാലും മായ പറഞ്ഞതുപോലെ തന്നെയാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഡേ കെയറുകളൊക്കെയും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അല്ലേ. പക്ഷേ എന്നാൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഗുരുതര വീഴ്ചകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനും ഭാവിക്കും തന്നെ ഭീഷണിയാകുന്നത്. കൃത്യമായ നിയമനിർമ്മാണവും പരിശോധനകളും കൊണ്ട് മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാകൂ. ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് കേട്ടിട്ട് തിരിച്ചു വരാം. നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയും വ്യാപാരം അവസാനിപ്പിച്ചത്. വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രകടമായിരുന്നു എങ്കിൽ കൂടിയും 0.89% നേട്ടം മുൻനിര ഓഹരി സൂചിയായി നിഫ്റ്റിയിലുണ്ടായി. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികൾ കാര്യമായ മാറ്റമുണ്ടായില്ല എന്ന് മാത്രമല്ല പല ഓഹരികളിലും ഓഹരി അധിഷ്ഠിതമായ വിൽപ്പനയും പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുറന്നേക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻനിര സൂചിയായി നിഫ്റ്റി 24,200 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതും വരും ദിവസങ്ങളിൽ വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളതിന് പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും. ചെറുകിട നിക്ഷേപകരും ഇപ്പോൾ വിപണി അനുകൂലമായി ഇടപെടുന്നു. മാത്രമല്ല ഇന്നലെ ഒരു ദിവസം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇത് കാണിക്കുന്നത് വിപണിയിൽ വരും ദിവസങ്ങളിലും നേട്ടം തുറന്നേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില $75 താഴേക്ക് നീങ്ങിയതും ചില ദിവസങ്ങളിൽ $70 എത്തി വ്യാപാരം നടന്നതുമെല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. IT മേഖലയിൽ 2 ദിവസങ്ങളിലുണ്ടായിട്ടൊരു നിക്ഷേപ താല്പര്യവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. എന്നാൽ ബാങ്കിങ് മേഖലയിൽ അവസാന 2 ദിവസങ്ങളിലും വലിയ തോതിലുള്ളൊരു വിൽപ്പന ഉണ്ടാവുകയും ഒരു തരത്തിലുമുള്ള മറ്റ് മേഖലകളിൽ ഉണ്ടാകുന്ന നേട്ടത്തിലോ മൊത്തത്തിൽ വിപണിയിൽ ഉണ്ടാകുന്ന ഒരു നേട്ടത്തിൻ്റെയോ ഭാഗമാകാതെ ഒരു വിൽപ്പന തുറന്നത് ഒരു നേരിയ ഒരു ആശങ്ക പടർന്നു. പ്രത്യേകിച്ചും ചെറുകിട പൊതുമേഖലാ ബാങ്കുകളിലും ഒപ്പം തന്നെ സ്വകാര്യ ബാങ്കുകളിലും വിൽപ്പന പ്രകടമായിരുന്നു. ഈ 2 മേഖലകൾ ഒന്നും മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അത് വിപണിക്ക് വളരെ പ്രോത്സാഹനമാവുന്ന കാര്യമാവും. എന്തായാലും 24,400 എന്ന നിലവാരം തന്നെയാണ് മുന്നിൽ സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ വിക്സ് സൂചിയ വിപണിയിലെ ഏറ്റക്കുറച്ചിൽ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിയിലുണ്ടായിട്ടുള്ള ഇടിവും വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും വരുന്ന ആഴ്ചയിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ അപൂർവ ഡിസൈനുകളുടെ വിസ്മയ കാഴ്ചയൊരുക്കി ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. പരമ്പരാഗതവും ആധുനികവുമായ ഡിസൈനുകളിലുള്ള വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ ശേഖരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഭരണങ്ങളുടെ സൂക്ഷ്മമായ വശങ്ങളും നിർമ്മാണത്തിലെ സങ്കീർണതകളും അടുത്തറിയാൻ സാധിക്കുന്ന രീതിയിലാണ് കോഴിക്കോട് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോ തയ്യാറാക്കിയിട്ടുള്ളത്. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട്സ്, പോൾക്കി, ജെം സ്റ്റോണുകൾ എന്നിവയിൽ തീർത്ത പരമ്പരാഗതവും ആധുനികവുമായ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ഇവിടെ എത്തുന്ന ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ആർട്ടിസ്ട്രി ഷോയുടെ ഉദ്ഘാടനം പ്രമുഖ നടി അതിഥി രവി നിർവഹിച്ചു. പ്രൊഡക്റ്റിൽ ഏറ്റവും പുതിയ വെറൈറ്റീസ്, ഏറ്റവും പുതിയ ഡിസൈൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ സബ് ബ്രാൻഡുകളായ എത്നിക്സിലും ഡയമണ്ട്സിലും ഇറ, അൺകട്ട്, പോൾക്കി, പ്രഷ്യ നിരവധി ഡിസൈനുകൾ ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് അനുസരിച്ചുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ഫാക്ടറിയിലും അതുപോലെ തന്നെ വിദേശത്തു നിന്നൊക്കെയുള്ള പല ഡിസൈൻസും നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൗരാണിക കാലത്ത് ഉപയോഗിച്ച നൂറ്റാണ്ടുകളായി പൈതൃക സ്വത്തായി കൈമാറി വന്ന അമൂല്യമായ ആഭരണ ഡിസൈനുകളുടെ സാന്നിധ്യമാണ് ഈ പ്രദർശനത്തെ വേറിട്ട് നിർത്തുന്നത്. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും അനുയോജ്യമായ തരത്തിലുള്ള സവിശേഷ ശേഖരങ്ങൾ ഷോയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 20 വരെയാണ് ആർട്ടിസ്ട്രി ഷോ. അമൃത ന്യൂസ്, കോഴിക്കോട്. തെരുവിൽ അലഞ്ഞു നടന്ന കാളകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത്. കാളകളെ തമിഴ്നാട്ടിലെ ഗോശാലയിലേക്കാണ് മാറ്റിയത്. വഴി നടക്കാനാവാത്ത വിധം ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന തെരുവ് കാളകളെയാണ് പിടികൂടിയത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തിരുവല്ലാമലയുടെ വിവിധ പ്രദേശങ്ങളിൽ അലഞ്ഞു നടന്ന കാളകളെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഗോശാലയിലേക്ക് മാറ്റിയത്. പിടികൂടിയ കാളകളെ തമിഴ്നാട്ടിലെ ഗോശാലയിലേക്കാണ് മാറ്റിയത്. പഞ്ചായത്ത് പരിധിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന 14 തെരുവ് കാളകളെയാണ് ആദ്യഘട്ടത്തിൽ സംഘം പിടിച്ചുകെട്ടിയത്. തൃശൂർ ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും വഴിയോര കച്ചവടക്കാർക്കും അതുപോലെ തന്നെ കടക്കാർക്കുമൊക്കെ ഭീഷണിയായി തീർന്ന ഈ കാളകളെ
ഈ ഭരണസമിതി പിടിച്ചു കിട്ടുന്നതിന് വേണ്ട കാര്യങ്ങൾ ഏകദേശം 2 മാസം മുൻപാണ് തുടങ്ങി വെച്ചത്. ഈ കാളകളെ പിടിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇങ്ങനൊരു ആവശ്യം ഭരണസമിതി വയ്ക്കുകയും തുടർന്ന് 19 അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി അത് പാസ്സാവുകയുമാണ് ചെയ്തത്. തൃശൂർ ജില്ലാ വെറ്റിനറി മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, തിരുവല്ലാമല വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാമു എന്നിവരുടെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് കാളകളെ പിടികൂടിയത്. കാളകളെ കൃത്യമായി വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് ഗോശാലയിലേക്ക് മാറ്റിയത്. അലഞ്ഞു നടക്കുന്ന കാളകൾ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു. വാഹനയാത്രക്കാർക്ക് നേരെ പോലും കാളകൾ പാഞ്ഞെടുക്കുന്നത് വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാളകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. അമൃത ന്യൂസ്, തൃശൂർ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. മാഞ്ചസ്റ്ററിൽ രാത്രി 7-നാണ് മത്സരം. ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. അയർലൻഡിന് എതിരായ 2 കളികളിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിലും പരാജയപ്പെട്ട സഞ്ജുവിന് പകരം വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്.